കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ ചൊല്ലി കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ പ്രതിഷേധം യോഗം തുടങ്ങി. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികളിൽ അടക്കം ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് കഴിഞ്ഞ ദിവസം മേയർ ഉൾപ്പെടെ സമ്മതിച്ചതാണ്. ഇപ്പോൾ ഇവരുടെ പ്രതിഷേധവും ഇത്തരം കാര്യങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണോ? അനുജ, എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ ശക്തമായ മഴയിൽ കൊച്ചി നഗരം ആകെ വെള്ളത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഭരണപക്ഷത്തിന്റെ വലിയൊരു പരാജയമാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് കൌൺസിൽ ചേർന്നിരുന്നു. ഈ കൌൺസിലിൽ പ്രധാനപ്പെട്ട മറ്റു വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാനിരിക്കെയാണ് പ്രതിപക്ഷം കൊച്ചിയിലെ വെള്ളക്കെട്ട് പ്രധാന ചർച്ചയാക്കിയത്. കൌൺസിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വള്ളത്തിന്റെ ചെറു മാതൃകയുമായി കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൌൺസിൽ ആരംഭിച്ച ശേഷം പ്രതിപക്ഷ അംഗങ്ങൾ ഈ വള്ളത്തിന്റെ മാതൃകയുമായി മേയറുടെ ചേംബറിലേക്ക് എത്തിയത്. മേയറും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളുമായി ഏറെ നേരം തർക്കത്തിലേർപ്പെട്ടിരുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണം കൃത്യമായി തന്നെ നടത്തിയിരുന്നുവെന്ന് മേയർ വാദിച്ചു. എന്നാൽ അതിൽ അമ്പെ പരാജയപ്പെട്ടു കോർപ്പറേഷൻ ഭരണപക്ഷം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിൽ ഏറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുണ്ടായി. അതിനുശേഷം മേയർ കൌൺസിൽ നിർത്തിവെച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം മേയറുടെ ചേംബറിലാണ് നടക്കുന്നത്. നേരത്തെ കൊണ്ടുവന്ന ആ വള്ളത്തിന്റെ ചെറു മാതൃകയുമായി അവർ ചേംബറിൽ കയറി പ്രതിഷേധിക്കുകയാണ്. എന്തായാലും മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കാനുള്ള സാവകാശവും ലഭിച്ചിരുന്നില്ല. വലിയ പ്രതിഷേധം തന്നെയാണ് കൌൺസിൽ ആരംഭിച്ചപ്പോൾ മുതലുണ്ടായത്. എന്തായാലും മേയർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഭരണപക്ഷ അംഗങ്ങളും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ ചൊല്ലിയാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. വള്ളത്തിന്റെ ഒരു ചെറു മാതൃകയുമായി എത്തിയാണ് അംഗങ്ങളുടെ പ്രതിഷേധം. മേയർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.